ഹലോ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചാണ്. കെമിസ്ട്രീൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. ഇതിൻ്റെ മലയാളം എന്താണ്? ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചർ. അപ്പോൾ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിമിങ്ങിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്നൊരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നാമകരണം എന്ന് പറയുന്നത് നാമമിടുക, അതായത് ഒരു പേരിടുക. നമുക്കൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ പോയിട്ടാണ് നമുക്ക് പേരിടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓർഗാനിക് മോളിക്യൂൾസിന് എന്ത് ചെയ്യണം? പേര് വേണ്ടേ? അവരെ പേരിട്ടിട്ട് വേണം നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പേരിടാൻ വേണ്ടിയിട്ട് IUPAC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ടീമുണ്ട്. അവരെന്ത് ചെയ്യും? കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ, കുറച്ച് നിയമങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പേരിടാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഓർഗാനിക് മോളിക്യൂൾസിന് നമുക്ക് എന്ത് ചെയ്യാം? പേരിടാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പേരിടേണ്ടത്? ആ പേരിടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. എന്താണ് നമുക്ക് നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നാമകരണം ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാം അല്ലേ? ഇതെന്ന് പറഞ്ഞത് നമ്മൾ 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ട് പരിചയമുള്ള ആളുകളായിരിക്കും ഇത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് കാർബൺ ആറ്റവും ഒരു കോളത്തിൽ കാണാം, അതുപോലെ തന്നെ റൂട്ട് നെയിമും നമുക്ക് ഒരു കോളത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കാർബൺ ആറ്റം എന്ന് പറയുന്നതും അതിൻ്റെ നേരെ ഒരു റൂട്ട് നെയിമും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ടേബിൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് എത്ര കാർബൺ ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ റൂട്ട് നെയിം പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു കാർബൺ ആണ് ഒരു ചെയിൻ. ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാർബണുകൾ ഇങ്ങനെ നിരത്തിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ചെയിൻ എന്ന് പറയാം. ഇനി ഈ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ വേർഡ് റൂട്ട് അല്ലെങ്കിൽ റൂട്ട് നെയിം പറയുന്നത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4 കാർബൺ ഉണ്ട്. അപ്പൊ 4 കാർബൺ ഉണ്ടെങ്കിൽ അവിടുത്തെ റൂട്ട് നെയിം അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്ന് പറയാട്ടെ. ഇതിനെ വേർഡ് റൂട്ട് ഇതിനെ പറയുന്നത് എങ്ങനെയാണ്? 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട്. ഇനി 3 കാർബൺ ഉള്ളതെങ്കിലോ എന്ത് പറയും? പ്രൊപ്പ്. ഇനി 2 കാർബൺ ആണ് ഉള്ളതെങ്കിലോ അതിനെ പറയുന്നത് എത്ത്. ഇനി 1 കാർബൺ ആണ് ഒരു ചെയിനിലുള്ളതെങ്കിലോ മെത്ത്. ഇങ്ങനെയാണ് നമ്മൾ വേർഡ് റൂട്ട് പറയുന്നത്. വേർഡ് റൂട്ട് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാർബൺ ആറ്റം, ഒരു ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വേർഡ് റൂട്ട് പറയുക. ഓക്കെ, അപ്പോൾ 1 കാർബൺ ആണെങ്കിൽ മെത്ത് എന്ന് പറയും, 2 കാർബൺ ആണെങ്കിൽ എത്ത് എന്ന് പറയും, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയും, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട് എന്ന് പറയും, 5 കാർബൺ ആണെങ്കിൽ പെന്റ് എന്ന് പറയും, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ് എന്ന് പറയും, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ് എന്ന് പറയും, 8 കാർബൺ ആണെങ്കിൽ ഒക്റ്റ് എന്ന് പറയും, 9 കാർബൺ ആണെങ്കിൽ നൺ എന്ന് പറയും, 10 കാർബൺ ആണെങ്കിൽ ഡക്ക് എന്ന് പറയും. ഈ ഒരു സാധനം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഇത് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് IUPAC നെയിമിങ് ഇടാൻ വേണ്ടി പറ്റുക. നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നമുക്ക് IUPAC പറഞ്ഞിട്ടുള്ള ഒരു നിയമപ്രകാരം പേരിടണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട ആളുകളാണ് ഇതാണ് നമ്മുടെ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം. എന്താ പറയാ? പദമൂലം. മലയാളത്തിൽ ഇതിനെ പറയുന്ന പേരാണ് പദമൂലം. പദമൂലം അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് പേരിടാൻ വേണ്ടി പറ്റുക. അപ്പൊ എല്ലാ കുട്ടികളും ഈ 10 എണ്ണം പഠിച്ചു വെക്കണേ. ഓക്കെ, ഇനി 2 ഡിവിഷനാണ്. നമ്മൾ പറഞ്ഞു ചെയിനിലുള്ള കാർബൺ ആറ്റമാണ്. ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങൾക്ക് നമുക്ക് പിന്നെ വേർഡ് റൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മെത്ത്, എത്ത്, പ്രൊപ്പ് ഓരോ കാർബൺ ആറ്റങ്ങളെയും നമുക്ക് 1 കാർബൺ ആണെങ്കിൽ മെത്ത് എന്ന് പറയാം, 2 കാർബൺ ആണെങ്കിൽ എത്ത് എന്ന് പറയാം, ഇങ്ങനെ പറയാന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ മെയിൻ ചെയിൻ ഉണ്ട്. ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. നമുക്ക് പഠിക്കാനുള്ള 2 ചെയിനുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഒന്നാമത്തത് മെയിൻ ചെയിൻ. ഒന്നാമത്തെ ആളാണ് നമ്മുടെ മെയിൻ ചെയിൻ. രണ്ടാമത്തത്
ബ്രാഞ്ച്ഡ് ചെയിൻ. രണ്ടാമത്തെ എന്താണ്? ബ്രാഞ്ച്ഡ് ചെയിൻ. അപ്പോൾ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കളർ എടുക്കട്ടെ. ഓക്കെ. അപ്പോൾ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ പോവാ. കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ പോവാണ്. കാർബൺ ആറ്റങ്ങൾ ഇതുപോലെ നമ്മൾ നീണ്ടു പോവുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന് പറയുന്നതാണ് മെയിൻ ചെയിൻ. അതായത് കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെയിൻ ചെയിൻ എന്ന് പറയാ. അതായത് ഇവിടെ ഇപ്പോൾ CH3 ഇങ്ങനെ വരികയാണെങ്കിലോ ഇതാണ് നമ്മുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് മെയിൻ ചെയിനും ഇവിടെ കുറച്ച് ഹൈഡ്രജനുകൾ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ മെയിൻ ചെയിനും ബ്രാഞ്ച്ഡ് ചെയിനും എങ്ങനെയാ കണ്ടുപിടിക്കുക? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ചെയ്യാണ് 1 2 3 4. ഇതുപോലെ നമ്പർ ചെയ്യുന്ന സമയത്ത് എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 4 കാർബൺ ഉണ്ട് അല്ലേ? ഇനി ഇവിടെ ഒരു ഹാങ്ങിങ് ആയിട്ടൊരു ഒരാളെ കാണുന്നില്ലേ? അവരെയും കൂടി നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിലോ 1 2 3 4. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്പർ ചെയ്താലും നമുക്ക് 4 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നേരെയുള്ള ബ്രാഞ്ച് ആയിരിക്കും, നേരെയുള്ളത്. അപ്പോൾ നേരെയുള്ളതിന് പ്രിഫർ ചെയ്യാന്നല്ല, ഇതിപ്പം 4 എണ്ണം ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു അഞ്ചാമത്തെ ഒരു കാർബണും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു നമ്പറിങ് ആയിരിക്കും എടുക്കുക. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത 4 ഇങ്ങനെ എടുത്ത 4. അപ്പോൾ ഏത് ചെയിൻ എടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മൾ എടുക്കുന്നത് ഇതാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ, ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ ഇതാണെങ്കിൽ അതാണെങ്കിൽ ബ്രാഞ്ച് ഏതായിരിക്കും? ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഇതുപോലെ ആയിരിക്കും എന്ത് വരുന്നത്? മെയിൻ ചെയിനും ബ്രാഞ്ചും വരുന്നത്. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മെയിൻ ചെയിൻ എന്ന് പറയുക. അതിനെ ഹാങ് ചെയ്തിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാഞ്ച്ഡ് എന്ന് പറയുന്നത്, ബ്രാഞ്ച്ഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ചെയിനും ഇതിന്റെ ബ്രാഞ്ച്ഡ് ചെയിനുമാണ്. അപ്പോൾ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ആൻ ഓർഗാനിക് മോളിക്യൂൾ. ഒരു ഓർഗാനിക് മോളിക്യൂളിൽ ലോങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിന്റെ ചെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ എന്തായിരിക്കും? ബ്രാഞ്ച്ഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എ മോളിക്യൂൾ വെയർ സൈഡ് ചെയിൻസ് ആർ അറ്റാച്ച്ഡ് ടു ദി മെയിൻ ചെയിൻ. അതായത് മെയിൻ ചെയിനിന്റെ സൈഡിൽ കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാങ് ചെയ്തതുപോലെ കാണപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാഞ്ച്ഡ് ചെയിൻ അല്ലെങ്കിൽ ശാഖാ ചെയിൻ. അങ്ങനെയാണെങ്കിൽ മെയിൻ ചെയിൻ പറയുന്നത് പ്രധാന ചെയിൻ. ഓക്കെ. അപ്പൊ 2 ചെയിനുകളെ കുറിച്ച് പഠിച്ചു. ഒന്ന് മെയിൻ ചെയിനും മറ്റേത് ബ്രാഞ്ച്ഡ് ചെയിനും ആണെങ്കിൽ പ്രധാന ചെയിനും ശാഖാ ചെയിനും. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് മോളിക്യൂൾസിനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു ചെയിനെയാണ് നമ്മൾ മെയിൻ ചെയിൻ എന്ന് പറയുക. ബ്രാഞ്ച്ഡ് ചെയിൻ എന്ന് പറഞ്ഞാലോ, ബ്രാഞ്ച്ഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ചെയിനിൽ ഇങ്ങനെ ഇതാണ് മെയിൻ ചെയിൻ, ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്? ബ്രാഞ്ച്ഡ് ചെയിൻ അല്ലെങ്കിൽ ശാഖാ ചെയിൻ എന്ന് പറയുക. ഓക്കെ. ഇതുവരെ കറക്റ്റ് അല്ലേ? ഇനി അടുത്തത്, അപ്പോൾ ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം നമ്മൾ ഒരു ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാകും, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകും, സിംഗിൾ ബോണ്ട് ഉണ്ടാകും.
അപ്പൊ നോമൻക്ലേച്ചർ നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണോ നമ്മുടെ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ളത്, അത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ചെയിൻ ഇപ്പം ഇതാണെങ്കിൽ, ഇതാണ് ഒരു ചെയിൻ. ഇവിടെ CH3 ഉണ്ട്, CH2 ഉണ്ട്, CH2 ഉണ്ട്, CH3 ഉണ്ട്. ഇതാണ് നമ്മുടെ ചെയിൻ. ഈ എല്ലാ കാർബണുകളുടെയും ഇടയിൽ എന്താണ്? സിംഗിൾ ബോണ്ടുകളാണുള്ളത്. ഇതാണ് സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ടുകളാണുള്ളത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചേർത്ത് എഴുതണം? നമ്മുടെ IUPAC നെയിമിങ്ങിൽ നമ്മൾ എന്ത് ചേർത്ത് എഴുതണം? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർക്കണം. ഇനി നമ്മുടെ ചെയിനില്, ഈ ഒരു കാർബൺ ചെയിനില് എവിടെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ENE ചേർക്കണം. ഇനി നമ്മുടെ ചെയിനിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? YNE ചേർക്കണം. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ഇത്രയും കാര്യം ഓക്കെയാണോ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർത്ത് എഴുതണം. അവസാനം, അതായത് IUPAC നെയിമിങ് എഴുതുമ്പോൾ ഏറ്റവും അവസാനം സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഒരു ചെയിൻ ആണെങ്കിൽ നമ്മൾ ANE ചേർക്കണം. ഇനി നമ്മുടെ ഒരു ചെയിനിൽ എവിടെങ്കിലും ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ENE ചേർക്കണം. ഇനി ട്രിപ്പിൾ ബോണ്ട്, 3 ബോണ്ടുകൾ ഉണ്ടെങ്കിലോ YNE ചേർക്കണം. അതായത് ഏകബന്ധനാണെങ്കിൽ നമ്മൾ ANE ചേർത്ത് എഴുതണം. ഇനി ദ്വിബന്ധനാണെങ്കിൽ നമ്മൾ ENE ചേർത്ത് എഴുതണം. ഇനി ട്രിപ്പിൾ ബോണ്ട്, അതായത് ത്രിബന്ധനാണെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് എഴുതണം? YNE ചേർത്ത് എഴുതണം. ഇതാണ് നമ്മുടെ IUPACന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് ഉള്ള ആൽക്കൈൻ ഗ്രൂപ്പുകളുടെ നെയിമിങ് അല്ലെങ്കിൽ അവരുടെ നോമൻക്ലേച്ചർ, അവരുടെ നാമകരണം, അതായത് ഒരു ശാഖയുള്ള ആൽക്കൈൻസിന്റെ പേരിടൽ എങ്ങനെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഈ പേരിടുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് വരുന്നതിന് നമ്മൾ ഒരു റൂൾ ഉണ്ട്. ആ റൂളാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എഴുതണം. ആദ്യം നമ്മൾ എഴുതേണ്ടതാണ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടണം. ഹൈഫൺ ഇട്ട ശേഷം നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എഴുതണം. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഒരു വേർഡ് റൂട്ട് എഴുതണം. ആ വേർഡ് റൂട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് സഫിക്സ്. സഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ച്, സഫിക്സ് ആണ് നമ്മുടെ ANE. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താ? നമ്മുടെ YNE. അത്രയും കാര്യങ്ങൾ ചേർത്ത് എഴുതാണ്. അതാണ് സഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു IUPAC നെയിമിങ് എഴുതുന്ന സമയത്ത് ഏറ്റവും അവസാനം എഴുതുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സഫിക്സ് ആയിട്ട് വരുന്നത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE വരും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE വരും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE വരും. ഇതാണ് നമ്മുടെ സഫിക്സ് ആയിട്ട് വരിക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് 1 ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് വരുന്ന ആൽക്കൈൻ ഗ്രൂപ്പുകളുടെ നാമകരണം എങ്ങനെയാണെന്ന് ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ CH3 2 CH3. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ചെയിൻ ഏതാണ്, ബ്രാഞ്ചഡ് ചെയിൻ ഏതാണ്, ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതായിരിക്കും മെയിൻ ചെയിൻ എന്ന് പറയുന്നത്? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ചെയിൻ പറയുമ്പോൾ ഇവിടെ ഏതാണ്? നമ്മൾ നമ്പർ ചെയ്ത് നോക്കുകയാണ്. 1 2 3 4 5.
ഇവിടുന്ന് ഇതുപോലെ ഇങ്ങോട്ട് നമ്പർ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്യണം. രണ്ട് രീതിയിൽ നിർബന്ധമായിട്ട് നമ്മൾ നമ്പർ ചെയ്യണം. ഇങ്ങനെ ഒരു മോളിക്യൂൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുന്നത് ഒരു സൈഡിലേക്ക് വേണ്ടി മാത്രമല്ല നമ്പർ ചെയ്യുക, തൊട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും കൂടി എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ മനസ്സിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് പൊസിഷൻ നമ്പർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്താ, നമ്മുടെ നോമൻക്ലേച്ചർ പേര് മാറും. ഇപ്പോൾ ഇനിഷ്യൽ ഇപ്പോൾ ആര്യ EK എന്നുള്ളത് ആര്യ MM അല്ലെങ്കിൽ ആര്യ PP എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറില്ലേ. ആര്യ EK എന്ന് പറയുന്നതാണ് ഞാൻ, അപ്പൊ ആര്യ PP എന്നൊക്കെ പറയുമ്പോൾ വേറൊരാളാണ്. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്പർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്തു 1 2 3 4 5. ഇവിടെ നിന്ന് തിരിച്ചതുപോലെ 1 2 3 4 5 നമ്പർ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. നമ്പർ ചെയ്യുക, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നിർബന്ധമായിട്ട് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. അപ്പോൾ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം, മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. മെയിൻ ചെയിനും ബ്രാഞ്ചഡ് ചെയിനും കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്തപ്പോൾ നമുക്ക് എത്ര കാർബൺ ഉണ്ട്, 5 കാർബൺ ആണ് ഉള്ളത്. ഓക്കെ, 5 കാർബൺ ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്യാം 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് 2 ഉള്ളൂ. അപ്പൊ ഇതൊരിക്കലും നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് വരില്ല. ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഏതായിരിക്കും, ഒന്നെങ്കിൽ ഇതായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ. ഒന്നെങ്കിൽ നമുക്ക് മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഏതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, 2 3 4 5. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് നമുക്ക് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. കാരണം എന്താ, അങ്ങനെ ചെയ്താലും 5 നമ്മുടെ കാർബൺ ആറ്റം, ഇങ്ങനെ ചെയ്താലും 5 കാർബൺ ആറ്റം. അപ്പൊ നമുക്ക് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതായിരിക്കും ഇത് ഈ ഒരു നമ്പറിങ് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇവിടെയുള്ള CH3 ആണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണ് ഇൻ ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ ഇതാണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 5. അപ്പൊ 5 നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 5. ഇനി അവിടെ 5 കാർബൺ ആണെങ്കിൽ അവിടുത്തെ വേർഡ് റൂട്ട് എന്തായിരിക്കും? 5 കാർബൺ ഉള്ള ഒരു ചെയിനിലെ വേർഡ് റൂട്ട് എന്തായിരിക്കും? വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ കാർബൺ ആറ്റം എത്ര ഉണ്ട് നോക്കണം. അപ്പൊ 5 കാർബൺ ആണ് നമ്മുടെ ചെയിനിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വേർഡ് റൂട്ട് എന്താ? പെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടുത്തെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാല് പെന്റ്. ഇനി അവിടെ സഫിക്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സഫിക്സ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ചെയിനിൽ സിംഗിൾ ബോണ്ട് ആണോ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആണോ, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണോ, ഇത്രയും കാര്യം നോക്കണം. നമ്മുടെ ചെയിനിൽ ഏത് ബോണ്ടാണ് ഉള്ളത്? എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. എവിടെയും നമുക്ക് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് ആയിട്ട് നമുക്ക് എന്ത് എഴുതണം? സഫിക്സ് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർക്കണം, ഡബിൾ ബോണ്ട് ANE ചേർക്കണം. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE ചേർക്കണം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ YNE ചേർക്കണം. അപ്പൊ ഇവിടെ ഏതായിരിക്കും ചേർക്കേണ്ടത്? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ANE ചേർക്കണം. ANE ചേർത്തു. ഇനി നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇവിടെ CH3 ആണ്. എന്താ ആൽക്കൈലും ആൽക്കീനും തമ്മിലുള്ള ഡിഫറൻസ്? ആൽക്കീനും ആൽക്കീനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആൽക്കീൻ എന്ന് പറഞ്ഞാല് ഇവിടെ CH4 ആയിരിക്കും. ആൽക്കീൻ CH4 ആണ്. ആ ആൽക്കീനിൽ നിന്നും CH4ൽ നിന്നും
ഒരു ഹൈഡ്രജൻ പോകുമ്പോഴാണ് CH3 ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ഈ ഒരു ആൽക്കീൻ കോമ്പൗണ്ടിൽ നിന്നും, ഇതൊരു ആൽക്കീൻ കോമ്പൗണ്ട് ആണ്, ആൽക്കീനിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയപ്പോഴാണ് എന്തുണ്ടായത്, ആൽക്കൈൽ ഉണ്ടായത്. ഓക്കെ, ഇതാണ് ആൽക്കീനും ആൽക്കൈലും. അപ്പൊ ഇവിടെ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്, ഇവിടെ നമ്മൾ പറയണം CH3 ആണ് വന്നതെന്നുണ്ടെങ്കിൽ, CH3 എന്നൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് മീഥൈൽ. ഇനി ബ്രാഞ്ച് ആയിട്ട് നമുക്ക് CH2CH3 ആണെങ്കിൽ അവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്, ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരാണ് ഈഥൈൽ. ഇനി CH2CH3 ഇതാണ് നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് പ്രൊപ്പൈൽ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ ചെയിനിൽ ആരാണ് വന്നിട്ടുള്ളത്, CH3 ആണ് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ബ്രാഞ്ചിന്റെ പേരെന്താണ്, ഈ ഒരു ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്, ആൽക്കൈൽ. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരാണ് എഴുതേണ്ടത്, മീഥൈൽ. ഇനി പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്പറിങ് ചെയ്തു അല്ലെ. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആ എവിടെയാണ് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെയാണ് വന്നിട്ടുള്ളത്, ഒരു കാർബണിന്റെ പൊക്കത്തേക്കായിട്ടാണ് നമ്മുടെ ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ആ ബ്രാഞ്ചിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാർബണിലെ നമ്പറിങ് നോക്കണം. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്ത സമയത്ത് 4 എന്നും, ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്ത സമയത്ത് 4ഉം ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്ത സമയത്ത് 4ആണ് നമ്മുടെ 4ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്തോ 2ാമത്തെ കാർബണിലാണ് എന്ത് വന്നിട്ടുള്ളത്, ബ്രാഞ്ച് വന്നിട്ടുള്ളത്. 2ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ 4ലും ഉണ്ട് 2ലും ഉണ്ട്, 4ാമത്തെ കാർബണിലും 2ാമത്തെ കാർബണിലും ആണ് നമുക്ക് നമ്പറിങ് ചെയ്തപ്പോൾ ബ്രാഞ്ച് കണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 4ലും 2ലും ഏറ്റവും ലീസ്റ്റ്, അതായത് ഏറ്റവും കുറവായിട്ടുള്ള സംഖ്യയാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, പൊസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. 4ലും 2ലും ഏതാണ് ഏറ്റവും ചെറുത്, 2 അല്ലേ, 2 ആണ് ചെറുത്. 2 ആയതുകൊണ്ട് നമ്മൾ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ബ്രാഞ്ച് എന്ന് പറഞ്ഞാല് 2 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കിട്ടി. അപ്പൊ ഒരു ചെയിന് കിട്ടിയ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു നമ്പർ ചെയ്ത സമയത്ത് നമ്മളെ മെയിൻ ചെയിനും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ചഡ് ചെയിനും കണ്ടുപിടിക്കണം. മെയിൻ ചെയിനും ബ്രാഞ്ചഡ് ചെയിനും കണ്ടുപിടിച്ച ശേഷം നമ്മൾ ആ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് വേണം. 1 2 3 4 5 1 2 3 4 5 5 കാർബൺ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾ 5 ആണ്. 5 ആയതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് പെന്റ് നിട്ടു. ശേഷം സഫിക്സ് എല്ലാ സ്ഥലത്തും, നമ്മുടെ ചെയിനിലെ എല്ലാ സ്ഥലത്തും എന്താണ്, സിംഗിൾ ബോണ്ട് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സഫിക്സ് ആയിട്ട് AN വരും. പിന്നെ നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്, നമ്മുടെ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് ആരാണ്, CH3 ആണെങ്കിൽ ഈഥൈൽ എന്ന് പറയും, CH2CH3 ആണെങ്കിൽ ഈഥൈൽ എന്ന് പറയും, CH2CH2CH3 ആണെങ്കിൽ പ്രൊപ്പൈൽ, CH3 ആണെങ്കിൽ മീഥൈൽ, CH2CH3 ആണെങ്കിൽ ഈഥൈൽ, CH2CH2CH3 ആണെങ്കിൽ പ്രൊപ്പൈൽ. ഇങ്ങനെയാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 ആണ്. അതുകൊണ്ട് തന്നെ മീഥൈൽ നിട്ടു. ഇനി പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്, പൊസിഷൻ നമ്മൾ പറഞ്ഞു അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്യുന്നത് പൊസിഷൻ കണ്ടുപിടിക്കാനും കൂടിയാണ്. അപ്പോൾ നമ്പർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്തപ്പോൾ 4ാമത്തെ കാർബണിലാണ് നമ്മുടെ ചെയിന് വന്നിട്ടുള്ളത്, ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ഇനി താഴ്ന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്തപ്പോഴോ 2ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് വന്നിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ 4ലും 2ലും ആണ്. അതിനകത്ത് ഏറ്റവും കുറവ് വാല്യൂ ആയിട്ടുള്ള 2 ആണ് നമ്മൾ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ആയിട്ട് എടുത്തിട്ടുള്ളത്. 2 എടുത്തു. അപ്പൊ IUPAC നെയിമിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് 2 ആണ്. അപ്പൊ 2 നിട്ടു, 2. പിന്നെ ഒരു ഹൈഫൺ ഇടണം, ഹൈഫൺ ഇട്ട ശേഷം നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ്, മീഥൈൽ. നമ്മുടെ ചെയിനിലെ ബ്രാഞ്ച് ഏതാണ്, മീഥൈൽ ആണ്. അപ്പൊ നമ്മൾ മീഥൈൽ നിട്ടു, മീഥൈൽ എഴുതി. മീഥൈൽ കഴിഞ്ഞാൽ
വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ആണ്. അതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ പെന്റ് ആണ്. പെന്റ്. പിന്നെ സഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ സഫിക്സ് നമുക്ക് ANE ചേർത്ത് എഴുതാം. ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു മോളിക്യൂളിന്റെ IUPAC നെയിമിംഗ് എന്ന് പറഞ്ഞില്ലേ? 2-methyl pentane ആണ് നമ്മുടെ IUPAC നെയിമിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്തിട്ട് കാർബൺ ആറ്റം മെയിൻ ചെയിനിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ കണ്ടുപിടിച്ച ശേഷം അവിടുത്തെ കാർബൺ ആറ്റത്തിന് നമ്പർ എഴുതണം. നമ്പർ എഴുതിയ ശേഷം എന്ത് ചെയ്യണം? അവിടുത്തെ വേർഡ് റൂട്ട് എഴുതണം, സഫിക്സ് എഴുതണം, ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് എഴുതണം, പിന്നെ എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളതെന്ന് എഴുതണം, പിന്നെ അതിന്റെ IUPAC നെയിമിംഗ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റൂൾ ഉണ്ട്. റൂളാണ് ഫസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ആണ് ആദ്യം എഴുതേണ്ടത്. അതാണ് നമ്മുടെ 2. അതിനുശേഷം ഒരു ഹൈഫൺ ഇട്ടു. പിന്നെ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ആണ് നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് വന്നിട്ട്. അതുകൊണ്ട് തന്നെ മീഥൈൽ. പിന്നെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെന്റ് ആണ്. പിന്നെ എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? സഫിക്സ് ANE വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് 1 ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഇപ്പൊ നമ്മൾ ഒരു ബ്രാഞ്ച് അല്ലേ പഠിച്ചത്. ഇനി ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ്, 2, 3, 4 ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു IUPAC നെയിമിംഗ് എഴുതുക എന്നുള്ളത്. അപ്പൊ ഇതും റൂളൊക്കെ ഇതുപോലെ തന്നെയാണ്. പക്ഷേ നമ്മളെ പൊസിഷൻ ഇല്ലേ, നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടുന്നില്ലേ, ആ ഹൈഫൺ കഴിഞ്ഞിട്ട് രണ്ട് ബ്രാഞ്ചാണ് നമ്മുടെ ചെയിനിൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ആണെങ്കിൽ ഡൈ എന്ന് ചേർത്ത് എഴുതണം. ഡൈ എന്ന് ചേർക്കണം. ഇനി 3 ചെയിൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊസിഷൻ നമ്പറും ഹൈഫണും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ എന്ന് ചേർക്കണം. ഇനി 4 എണ്ണാണുള്ളതെങ്കിലോ, 4 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ടെട്രാ, ഡൈ എന്ന് ചേർക്കണം, ട്രൈ എന്ന് ചേർക്കണം, പിന്നെ ടെട്ര എന്ന് ചേർത്ത് എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളുള്ള ആൽക്കൈൻസിന്റെ ഗ്രൂപ്പുകളുടെ പേര് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 2 ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ ഡൈ എന്ന് ചേർത്ത് എഴുതണം, 3 ആണെങ്കിൽ നമ്മൾ ട്രൈ എന്ന് ചേർത്ത് എഴുതണം, 4 ആണെങ്കിൽ നമ്മൾ ടെട്ര എന്ന് ചേർത്ത് എഴുതണം. ഇത്രയാണ്. എവിടെ? നമ്മുടെ പൊസിഷൻ നമ്പറും ഹൈഫണും കഴിഞ്ഞിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പേരിട്ട് നോക്കിയാലോ. ഇവിടെ ഉള്ളത് CH3, CH, CH2, CH, CH, CH3. ഇവിടെ ഈ CHന് താഴെ ഒരു CH3 ഉണ്ട്. ഇവിടെ നമ്മുടെ CHന് താഴെ ഒരു CH3 ഉണ്ട്. ഇവിടെ ഒരു CH3 ഉണ്ട്. ഈ ഒരു CHന് താഴെ ഒരു CH3 ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ മെയിൻ ചെയിനും നമ്മുടെ ബ്രാഞ്ചഡ് ചെയിനും കണ്ടുപിടിക്കുക? നമ്മൾ നമ്പർ ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ 1 2 3 4 5 6 1 2 3 4 5 6. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ നമ്പർ ചെയ്തു, അങ്ങോട്ടേക്ക് നമ്പർ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്തു. നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് നമുക്ക് പല രീതിയിൽ നമ്പർ തരും. അതായത് ഇവിടെ ഇപ്പം 1 2 3 4 5 6 ഇങ്ങനെ ഒരു നമ്പറിങ്, പിന്നെ ഇവിടെ നിന്ന് 1 2 3 4 5 6 അങ്ങനെയൊക്കെ നമ്പർ ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളത് ഏത് രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യുമ്പോഴാണോ ആ രീതിയാണ് നമ്മൾ മെയിൻ ചെയിൻ എടുക്കേണ്ടത്. ആ ഒരു നമ്പറിങ്ങെയാണ് മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ആ ഒരു ചെയിന്. അപ്പൊ ഇവിടെ നമ്പർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മെയിൻ ചെയിൻ ഏതാണ്? മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് ഏതൊക്കെയായിരിക്കും? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊരു വേറൊരു ബ്രാഞ്ചാണ്, ഇത് വേറെ ബ്രാഞ്ച്. അങ്ങനെ 3 ബ്രാഞ്ച് ഉള്ള ഒരു മോളിക്യൂളാണ് ഇത്. അതിന്റെ മെയിൻ ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെന്താ കണ്ടുപിടിച്ചത്? ബ്രാഞ്ച് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പറിങ് ചെയ്ത ശേഷം ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്, പിന്നെ ചെയ്യേണ്ടത് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്മൾ നമ്പർ ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. 6 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? 6 കാർബൺ ആറ്റമാണ് ഉള്ളത്. പിന്നെ നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ച് ഉണ്ട്? 1 ആണോ 2 ആണോ 3?
അതായത് 1 2 3 മൂന്ന് കാർബൺ ആറ്റം, 3 ബ്രാഞ്ചസുകളാണ് നമ്മുടെ ചെയിനിന്റെ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്പർ ഓഫ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 3. ഇനി നെയിം ഓഫ് ബ്രാഞ്ച് ഏതൊക്കെയായിരുന്നു നമുക്ക് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്? ഏതൊക്കെ ആൽക്കൈൻ ഗ്രൂപ്പുകളാണ്? ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. CH3 ആണെങ്കിൽ മീഥൈൽ, CH2 CH3 ആണെങ്കിൽ ഈഥൈൽ, CH2 CH2 CH3 ആണെങ്കിൽ പ്രൊപ്പൈൽ. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ഏതാ വന്നിട്ടുള്ളത്? CH3 അല്ലേ? CH3 ആയതുകൊണ്ട് തന്നെ നമ്മൾ മീഥൈൽ, ഇതൊരു മീഥൈലാണ്, ഇത് വേറെ മീഥൈലാണ്, ഇത് വേറെ മീഥൈലാണ്. ഒരിക്കലും ഒരുമിച്ചിട്ട് ഇത് പ്രൊപ്പൈൽ ഒന്നും എഴുതരുത്. ഇത് വേറെ ആളുകളാണ്, ഇതൊരു മീഥൈലാണ്. കാരണം ഈ കാർബണിന്റെ ഹാങ്ങിങ് ആണ്, ബ്രാഞ്ച് ആണ് ഇത്. ഇക്കാർബണിന്റെ ബ്രാഞ്ച് ആണ് ഇത്, ഇക്കാർബണിന്റെ ബ്രാഞ്ച് ആണ് ഇത്. അങ്ങനെ ഓരോ കാർബണും വെവ്വേറെ ബ്രാഞ്ചുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ് നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്? മീഥൈൽ. ഇനി പൊസിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച്. ഇനി പൊസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് നമ്മൾ നമ്പർ ചെയ്തു. ഇവിടുന്ന് നമ്പർ ചെയ്ത സമയത്ത് 2-ലും ഒരു ബ്രാഞ്ച് ഉണ്ട്, 4-ലും ഒരു ബ്രാഞ്ച് ഉണ്ട്, 5-ലും ഒരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, 2 4 5. ഇനി താഴത്തെ നമ്പർ നോക്കുമ്പോഴോ 2 3 5 2 3 5. ഇങ്ങനെയാണ് നമുക്ക് നമ്പറിങ് കാണാൻ പറ്റുക. നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഈ ഒരു നമ്പറിങ്ങിൽ ഈ 4 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെയും 2 ഉണ്ട്, പിന്നെ 3 ആണ്. ഇവിടുത്തെ നമ്പറിങ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 4 ആയിരിക്കും, ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ ഈ 3-ഉം 4-ഉം നമ്മൾ നോക്കുക. ബാക്കി രണ്ടും എങ്ങനെ നമ്പർ എടുത്താലും രണ്ടിലും സെയിം ആയിട്ടാണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാല് 4-ലും 3-ലും ആണ് ഡിഫറൻസ്. അപ്പൊ 4-ലും 3-ലും ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 3 അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു നമ്പറിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അതായത് 2 3 2 3 5. അതായത് നമ്മുടെ താഴത്തെ നമ്പറിംഗ് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് ഈ നമ്പറിംഗ്, ഈ ഒരു നമ്പറിംഗ് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. 1 2 3 4 5 6 ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു നമ്പറിംഗ് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്പറിംഗ് എടുത്ത സമയത്ത് 2-ലും ഉണ്ട്, 3-ലും ഉണ്ട്, 5-ലും ഉണ്ട്. നമുക്ക് ഒരിക്കലും ഈ 2-ഉം അല്ലെങ്കിൽ ഈ 3-യും അങ്ങനെ എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ നമ്പറിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു 2 ആണ് എടുക്കുന്നതെങ്കിൽ ഈ 3 തന്നെ എടുക്കണം, ഈ 5 തന്നെ എടുക്കണം. ഇനി ഈ ഒരു നമ്പറിംഗ് എടുക്കുന്നതെങ്കിൽ ഈ 2, ഈ 4, ഈ 5. പക്ഷെ ഇതിനകത്ത് ഏറ്റവും 4-ലും 3-ലും ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഈ ഒരു നമ്പറിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു നമ്പറിംഗ് എടുത്തു 2 3 5 എന്നുള്ളത്. അപ്പൊ പൊസിഷൻ എന്ന് പറഞ്ഞത് പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 3 5. ഓക്കെ, 2 3 5. ഇനി ഏത് നമ്പറിംഗ് ആയിരുന്നു നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നത്? അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് നമ്മുടെ നമ്പറിങ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഇതല്ലേ ഇതിനകത്തിൽ ഏറ്റവും ബ്രാഞ്ച് വരുമ്പം ഏറ്റവും ചെറിയ നമ്പേഴ്സ് വരുന്നത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുമ്പോഴല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച് ഏതായിരുന്നു? 2 3 5. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് IUPAC നെയിമിംഗ് എഴുതാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു പൊസിഷൻ നമ്പർ? 2 3 5. നമ്മൾ ചൂസ് ചെയ്തത് 2 3 5. അങ്ങനെ 2 രണ്ടാമത്തെ കാർബണിലും 3-ാമത്തെ കാർബണിലും 5-ാമത്തെ കാർബണിലുമാണ് എന്തിട്ടുള്ളത്? നമ്മുടെ ബ്രാഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഹൈഫൺ ഇടണം. ഹൈഫൺ ഇട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 3 ബ്രാഞ്ചസ് ഉണ്ട്. 2 ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ ഡൈ ചേർത്ത് എഴുതണം. 3 ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് എഴുതണം? പൊസിഷൻ നമ്പർ കഴിഞ്ഞ് ഹൈഫണും കഴിഞ്ഞിട്ട് ഒരു ട്രൈ എന്ന് ചേർക്കണം. ട്രൈ ഇട്ടു. ഓക്കെ, പിന്നെ ഏതാണ് നമ്മുടെ ബ്രാഞ്ച്? എല്ലാ സ്ഥലത്തും മീഥൈൽ അല്ലേ? അപ്പൊ ട്രൈ ബ്രാഞ്ച് മീഥൈൽ ആയതുകൊണ്ട് മീഥൈൽ നിട്ടു. എത്ര വേർഡ് റൂട്ട് എത്രയാ? 6 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഹെക്സ് ആണ്. ഹെക്സ്. പിന്നെയോ
എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ എനി ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ IUPAC നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ മോർ ദാൻ 1 ബ്രാഞ്ച് ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ എഴുതി, ശേഷം ഒരു ഹൈഫൺ ഇട്ടു. 3 ബ്രാഞ്ചാണ് ഉള്ളത്, 3 ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് ട്രൈ എന്ന് ഇട്ടു. ഇനി ഇവിടെ 2 ബ്രാഞ്ചേ ഉള്ളെങ്കിലോ 2 ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ ഡൈ എന്നിടും. പിന്നെ 4 ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ ടെട്രാന്നിടും. ഓക്കെ, അതിട്ടു. പിന്നെ ബ്രാഞ്ചുകളെല്ലാം തന്നെ മീഥൈൽ ഗ്രൂപ്പുകളാണ്, അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പാണ്. CH3 ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ മീഥൈൽ എന്ന് വെച്ചു. ശേഷം ഇവിടുത്തെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടുത്തെ കാർബൺ ആറ്റങ്ങളുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം, എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. കാർബൺ ആറ്റം എത്ര ഉണ്ട്? 6 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേർഡ് റൂട്ട് ഹെക്സ് ആണ്. പിന്നെ എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ടുകൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്, അതുകൊണ്ട് തന്നെ സഫിക്സ് ആയിട്ട് ANE ചേർത്ത് എഴുതി. ഇത്രയാണ് നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ആൽക്കൈൻസിന്റെ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഡൈ ട്രൈ ടെട്ര ആ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേരിടുന്നത്, അതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോകാർബണുകളുടെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നാമകരണം? അപൂരിത ഹൈഡ്രോകാർബണുകളുടെ നാമകരണം എന്നാണ് മലയാളത്തിൽ ഇതിൽ പറയാം. അപ്പോൾ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോകാർബൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് അല്ലാത്തത്. നമ്മുടെ കാർബൺ എപ്പോഴും എന്താണ്? ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കാർബൺ എപ്പോഴും നമ്മുടെ കാർബണിന് 4 വാലൻസി ആണ് ഉള്ളത്. നമ്മുടെ കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ടാണ് 4 വാലൻസി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ മിസ്സായി പോയാൽ അതാണ് നമ്മുടെ അൺസാച്ചുറേറ്റഡ്. അതപ്പോൾ അത് സ്ഥിരതയില്ലാത്തൊരു കാർബൺ ആണ്, അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ നെയിമിങ് അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് ഒരു റൂൾ ഉണ്ട്, ആ റൂള് എല്ലാത്തിനും റൂളുണ്ട്. ആ റൂളുകൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങളോട് എക്സാമിന് ഒരിക്കലും ഈ ഒരു റൂൾ എഴുതാൻ വേണ്ടി ചോദിക്കില്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തരും, അതിന്റെ പേര് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പം അങ്ങനെ ആ ഒരു കോമ്പൗണ്ടിന്റെ പേര് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആദ്യം നമുക്ക് റൂൾ അറിയണം. ഇനി അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹൈഡ്രജൻ ഇല്ലാത്തതാണ്. ആ ഒരു ഹൈഡ്രജൻ ഇല്ലാത്തത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കാർബണുകളുടെ ഇടയിൽ ഡബിൾ ബോണ്ടും അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടും വരുന്നത്. ഇനി ഇങ്ങനെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കണ്ടാൽ തന്നെ മനസ്സിലാക്കുക അതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്, അപൂരിത ഹൈഡ്രോകാർബണുകളാണ്. അപ്പൊ അവർക്ക് പേരിടുന്ന സമയത്ത് ഈ ഒരു റൂളാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്മുടെ റൂൾ എന്താ നോക്കാം. റൂൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എഴുതേണ്ടത് വേർഡ് റൂട്ട്. വേർഡ് റൂട്ടാണ്. അതായത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിന്റെ നോമൻക്ലേച്ചറിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് വേർഡ് റൂട്ട് എഴുതണം. പിന്നെ ഒരു ഹൈഫൺ ഇടണം. ഹൈഫൺ ഇട്ടിട്ട് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്, പിന്നെ ഒരു ഹൈഫൺ, പിന്നെ ഒരു സഫിക്സ്. ഇത്രയും കാര്യങ്ങളാണ് റൂൾ ആയിട്ട് വരുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ടീച്ചർ ഇപ്പോൾ ആദ്യം ഡബിൾ ബോണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇട്ടത്, അതുകൊണ്ടാണ് ഡബിൾ ബോണ്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നിങ്ങൾ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി എഴുതണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എഴുതേണ്ടത് വേർഡ് റൂട്ട് ആണ്, പിന്നെ ഹൈഫൺ, പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്, പിന്നെ ഒരു ഹൈഫൺ, പിന്നെ ഒരു സഫിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ? CH3 CH ഡബിൾ ബോണ്ട് CH3. അപ്പൊ ഏതൊരു മോളിക്യൂൾ കിട്ടിയാലും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്പറിങ് ചെയ്യണം. അതാണ് നമ്പർ ചെയ്തു 1 2 3 4 1 2 3 4. ഓക്കെ, ഇങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ നമ്പർ ചെയ്തു? ഈ രീതിയിൽ നമ്പർ ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നമ്പർ ചെയ്തു. 2 രീതിയിൽ നമ്മൾ നമ്പർ ചെയ്തു. നമ്പർ ചെയ്ത ശേഷം എന്ത് മനസ്സിലായി? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റമിന്റെ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ ചെയിനേ ഉള്ളൂ, ബ്രാഞ്ച് ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മെയിൻ ചെയിൻ കണ്ടുപിടിക്കാൻ കൺഫ്യൂഷൻ ഇല്ല. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. 4 ആണെങ്കിൽ അവിടുത്തെ വേർഡ് റൂട്ട് എന്തായിരിക്കും?
വേർഡ് റൂട്ട് ബ്യൂട്ട്. വേർഡ് റൂട്ട് ബ്യൂട്ടാണ്. പിന്നെ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, അതായത് ഡബിൾ ബോണ്ട് ഉള്ള ആ ഒരു പൊസിഷൻ എത്രയാണ്, ഏത് കാർബണിലാണ് നമ്മൾ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്, അതാണ് അടുത്ത് നോക്കേണ്ടത്. ഇവിടെ നമ്പർ ചെയ്തു 1 2 3 4 5. ഇവിടെയും 1 2 3 4 5. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് എ എന്നും ബി എന്നും നമുക്ക് മാർക്ക് ചെയ്യാം. എ എന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് എത്രാമത്തെ കാർബണിലാണ്, രണ്ടാമത്തെ കാർബണിലാണ് നമുക്ക് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. ഇനി ബി എന്ന നമ്പറിംഗ് ആണെങ്കിലോ രണ്ടാമത്തേലാണ്. രണ്ടിലും നമുക്ക് എത്രയാണ്, രണ്ടാമത്തെ കാർബണിലാണ് എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. അപ്പം ഏത് പൊസിഷനാണ്, രണ്ടാണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി സഫിക്സ് നമ്മൾ പറഞ്ഞു, സഫിക്സ് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരുന്നു, ANE. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും വരേണ്ടത്, ENE ആണ് വരേണ്ടത്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഏതാ വരേണ്ടത്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ഇവിടെ സിംഗിൾ ബോണ്ട് ആണ് വന്നിട്ടുള്ളത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ സഫിക്സ് ആയിട്ട് എന്ത് ചേർക്കണം, ENE ചേർക്കണം. അപ്പൊ ഇവിടെ IUPAC നെയിമിംഗ് എന്തായിരിക്കും, IUPAC നെയിമിംഗ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം, വേർഡ് റൂട്ട് എഴുതണം. വേർഡ് റൂട്ട് എത്രയാണ്, ബ്യൂട്ട്. പിന്നെ ഒരു ഹൈഫൺ ഇടണം. ഹൈഫൺ ഇട്ട ശേഷം പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്, എത്രാമത്തെ പൊസിഷൻ അല്ല, രണ്ടാമത്തെ കാർബണിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ പൊസിഷൻ നമ്പർ 2 ആണ്. ശേഷം നമ്മൾ എന്താണ്, ഒരു ഹൈഫൺ ഇടണം. പിന്നെ സഫിക്സ് എന്ന് പറഞ്ഞാല് ഏറ്റവും അവസാനമാണ്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് സഫിക്സ് ആയിട്ട് കൊടുക്കേണ്ടത്, ENE. ഓക്കെ, അപ്പോൾ ബ്യൂട്ട് ടു ഈൻ, ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ, ഈ ഒരു മോളിക്കുലാർ കോമ്പൗണ്ട്, ഈ ഒരു മോളിക്യൂളിന്റെ പേരെന്ന് പറഞ്ഞാൽ ബ്യൂട്ട് ടു ഈൻ. ഇതാണ് നമ്മുടെ നോമൻക്ലേച്ചർ. ഇനി അടുത്തത് ട്രിപ്പിൾ ബോണ്ട്. ഇനി ട്രിപ്പിൾ ബോണ്ട് വരുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്, ട്രിപ്പിൾ ബോണ്ട് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, അവിടെ ഒരു റൂൾ ഉണ്ട്. വേർഡ് റൂട്ട് സെയിം ആണ്, വേർഡ് റൂട്ട് ഹൈഫൺ. മറ്റേ സ്ഥലത്ത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്. പിന്നെയോ അതിനുശേഷം ഒരു ഹൈഫൺ, പിന്നെ ഒരു സഫിക്സ്. സഫിക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം, ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ YNE ചേർത്ത് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ CH ട്രിപ്പിൾ ബോണ്ട് C, CH2, CH3 ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്പറിങ് ചെയ്തു. ഈ നമ്പറിങ് ഇത് A എന്നിട്ടു, ഈ വേറെ താഴത്തുനിന്ന് നമ്പർ ചെയ്തു, ഇത് B എന്നിട്ടു. അപ്പം എവിടേക്കാണ് നമുക്ക് നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നത്, ഏത് കാർബണിലാണ്, A ആണെങ്കിൽ ഒന്നാമത്തെ കാർബൺ ആണ്. ഇവിടെ ഈ നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ നമ്പർ ചെയ്യുമ്പോൾ ഈ കാർബണിലല്ലേ നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് കാണുന്നത്. ഇനി ഇവിടെ നിന്നാണെങ്കിലോ മൂന്നാമത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നിലും ഒന്നിലും ആണ്, മൂന്നാമത്തെ കാർബണിലും ഒന്നാമത്തെ കാർബണിലുമാണ് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ 3ഉം 1ഉം നമ്മൾ കമ്പയർ ചെയ്യാം. 3ഉം 1ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് ഏറ്റവും ചെറുത്, 1 അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് 1 ആക്കി എടുക്കാം. ഒന്നാമത്തെ പൊസിഷനിലാണ് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് വന്നത്. നമ്പർ ചെയ്തപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി. എന്താണ്, എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ ആണ് ഉള്ളത്. 4 കാർബൺ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ വേർഡ് റൂട്ട്, ബ്യൂട്ടായിരിക്കും. പിന്നെ സഫിക്സ് ട്രിപ്പിൾ ബോണ്ട് ആണ്, സഫിക്സ് ആയിട്ട് ഏതാ വരുന്നത്, YNE വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ IUPAC നെയിമിംഗ് എന്തായിരിക്കും, വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാല് ബ്യൂട്ട് ഹൈഫൺ പൊസിഷൻ നമ്പർ ഓഫ് ട്രിപ്പിൾ ബോണ്ട് എത്രയാ, 4 അല്ല സോറി, എത്രയാ നമ്മുടെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 1, പിന്നെ ഒരു ഹൈഫൺ, പിന്നെ സഫിക്സ് ആയിട്ട് YNE ഇങ്ങനെ എഴുതാം. ഇനി ഈ ഒരു ബ്യൂട്ട് 1E എന്നുള്ളതിനെ നമുക്ക് ഒന്നാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ബ്യൂട്ട് YNE എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ ഇപ്പൊ 2 ആണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ ഇത് തെറ്റാണ്. ഇവിടെ 1 ആണ് വന്നത്. ഇവിടെ 1 ആണ് വന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ,